2020 വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് നാളുകൾ കുറച്ചായി. എങ്കിലും സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകളും സഞ്ജു സാംസനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഈ സീരീസിൽ 50ക്ക് ശേഷം കമൻറ്റേറ്റർ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് സഞ്ജുവിന് പറയാനുണ്ടായിരുന്നത് ഒരു ദൈവത്തിൻ്റെ അനുഭവമാണ്. അവന് കിട്ടിയ ഗോഡ് എക്സ്പീരിയൻസ്. ഒത്തിരി താഴ്മയുടെ സമയത്തും ഒത്തിരി ഉയർച്ചയുടെ സമയത്തൊക്കെ കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നൊരു വിശ്വാസസാക്ഷ്യം ഈ ലോകത്തിന് മുഴുവനായിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. അവൻ്റെ വിജയം ദൈവത്തിലൂടെ ആയിരുന്നു എന്ന തിരിച്ചറിവ് അവനുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡൻ്റാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്നൊരു സാക്ഷ്യം പറച്ചിലാണ്. ഒരു അന്ധനായ ഒരു മനുഷ്യൻ, അവനെക്കുറിച്ച് ഇത്രയും നാളുണ്ടായിരുന്ന കുറേ സ്റ്റോറീസാണ്. അവനിതൊക്കെ സംഭവിച്ചത് അവൻ്റെ മാതാപിതാക്കളുടെയോ അവൻ്റെയൊക്കെ പാപം മൂലമാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഡിഫറെൻറ്റ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യേശു പുതിയൊരു സ്റ്റോറി അവൻ ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റോറിയാണ് അവൻ്റെ കണ്ണുകളിൽ കാഴ്ച ലഭിക്കാൻ വേണ്ടി നിലത്ത് തുപ്പിയിട്ട് ആ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂഴ്ചിയത്. എന്നിട്ട് പറഞ്ഞു, നീ പോയി കുളത്തിൽ പോയി കഴുകുക. അവൻ പോയി കഴുകി വന്നപ്പോൾ കാഴ്ച കിട്ടി. പുതിയൊരു സ്റ്റോറിയാണ്, അവൻ്റെ ലൈഫിൽ കിട്ടിയ പുതിയ എക്സ്പീരിയൻസാണ്. അത്രയും നാളും അവനെക്കുറിച്ച് കുറേ പേര് സ്റ്റോറി പറഞ്ഞിടന്നു. ഇപ്പോൾ അവൻ സ്റ്റോറി പറഞ്ഞു. ആ സ്റ്റോറിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. നീയല്ലേ അവിടെ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നത് എന്നെല്ലാവരും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അത് ഞാൻ തന്നെയാണ്, പക്ഷേ എനിക്ക് കാഴ്ച കിട്ടിയ മറ്റൊരു കഥയാണ്. ഇത്രയും നാളും നാട്ടുകാരായ നിങ്ങൾ പല കഥയും എന്നെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ പാവം നിമിത്തമാണ്, എൻ്റെ മാതാപിതാക്കളുടെ പാവം നിമിത്തമാണ്, ഇങ്ങനെ എനിക്കെന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞിടന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നവൻ എനിക്കെന്ത് സംഭവിച്ചു എന്നുള്ളതല്ല പറഞ്ഞത്, എനിക്കിനി എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. ആ പറച്ചിലിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടിയ കാഴ്ച. അങ്ങനെ അവൻ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അവന് കിട്ടിയ സാക്ഷ്യം അവൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഗോസ്പലിൽ ഏറ്റവും വലിയ റിഫ്ലക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളുടെ കഥയെ പുതിയ കഥയാക്കി മാറ്റിയ ക്രിസ്തുവും പിന്നീട് ആ കഥയിൽ നായകനാക്കി ക്രിസ്തുവിനെ മാറ്റിയിട്ട് പിന്നീട് അയാൾ പറഞ്ഞിടുന്ന അനുഭവമാണ്. അതാണ് റിയൽ സ്റ്റോറി. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. ഈ ഗോഡ് എക്സ്പീരിയൻസിലാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർ നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞിടന്നിട്ട് ഒടുവിൽ നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്ന സമയത്ത് ദൈവം നമുക്കൊരു പുതിയ കഥ എഴുതും. ആ സ്ക്രിപ്റ്റിൽ നമ്മൾ അഭിനയിച്ചിട്ട് ആ സ്ക്രിപ്റ്റ് എഴുതിയവനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നടക്കണം, അവനെ നായകനാക്കണം. അതാണ് സുവിശേഷ പ്രഘോഷണം. അവസാനം ഈ കൂടുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്നെ ഈ കാഴ്ച തന്നില്ലേ, അവൻ എവിടെയാ? വളരെ മനോഹരമായൊരു ഉത്തരം ഈ കാഴ്ച ലഭിച്ച മനുഷ്യൻ പറയും, എനിക്ക് അറിഞ്ഞുകൂടാന്നൊരു ചോദ്യത്തിനിടയിൽ ഇപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. ക്രിസ്തുവിനെ നിങ്ങൾ കാണണോ? ഞാൻ പറഞ്ഞതെന്നല്ല നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, പോയി കണ്ടുപിടിക്കുക. അതാണ് ഈ ഗോസ്പൽ ഇപ്പോഴും അൺഎൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഇതിനൊരു ക്ലൈമാക്സ് ഇല്ല. ഇനി നിൻ്റെ ലൈഫിലെ സ്ക്രിപ്റ്റ് മറ്റുള്ളവർ മോശമായിട്ട് പറയുന്നുണ്ടോ? നീയും പോയി തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് അവനെ നീ എൻകൗണ്ടർ ചെയ്യും. ആ സമയത്ത് അവൻ പുതിയ കഥ എഴുതും. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു സ്ഥലം നിന്നിട്ട് നീ ആ സ്ഥലത്ത് പോയി കണ്ട് അങ്ങനെയല്ല ഈ കഥ പൂർത്തീകരിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു നടക്കുന്ന ഗോസ്പല്, നമ്മൾ പറഞ്ഞു നടക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കേണ്ടത് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കണം. എനിക്ക് കിട്ടിയ അനുഭവം മറ്റാർക്കും കിട്ടാത്ത അളവിൽ രഹസ്യമാണ്. അത്ര എളുപ്പത്തിലൊന്നും അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കത്തോലിക്ക സഭയുടെ 2000 വർഷം ചരിത്രം എടുത്ത് നോക്കിയാൽ ഓരോ വിശുദ്ധരും രക്തസാക്ഷികളൊക്കെ രക്തം ചിന്തിയും ക്രൂരമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ക്രിസ്തുവിനെ കണ്ടെത്തിയത്. അതുകൊണ്ട് വെറുതെ പോയി അങ്ങ് ക്രിസ്തുവിനെ നേടാമെന്ന് ആരും കരുതണ്ട. ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തോ എന്നൊക്കെ പറഞ്ഞ വിധത്തിൽ അത്ര സിമ്പിളാക്കി കളയരുത് ക്രിസ്തുവിന്. കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം. ചിലത് വേണ്ടെന്ന് വയ്ക്കണം, ചിലത് വേണമെന്ന് വയ്ക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.